ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പീപ്പിൾസ് അക്കാഡമി. നമ്മൾ ഇന്ന് നോക്കുന്നത് യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിന്റെ ആരൊക്കെയാണ് എന്നാണ് നോക്കുന്നത്. യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സും അവരുടെ വകുപ്പുകളാണ് നോക്കുന്നത്. 2/5/2026 ഈ വീഡിയോ 2/5/2026 റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ ബേസിലാണ് എന്ത് ചെയ്യുന്നത്, ഇത് നോക്കേണ്ടത്. അപ്പോൾ എക്സാമിന് ഈ ഭാഗങ്ങൾ നോക്കിയിട്ട് പോവുക. പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്റർ. ഓക്കെ, അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ആദ്യത്തത് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി നരേന്ദ്രമോദി, പ്രൈം മിനിസ്റ്റർ, ഇന്ത്യയുടെ നിലവിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓക്കെ, അദ്ദേഹത്തിന്റെ വകുപ്പുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ പേഴ്സണൽ, പബ്ലിക് ഗ്രീവൻസ് ആൻഡ് പെൻഷൻസ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജി, ആൾ ഇമ്പോർട്ടൻറ്റ് പോളിസി ഇഷ്യൂ ആൻഡ് അതർ പോർട്ട്ഫോളിയോ നോട്ട് അലോക്കേറ്റഡ് ടു എനി മിനിസ്റ്റർ. അതായത് പേഴ്സണൽ, പൊതു പരാതി പരിഹാരം, പെൻഷൻ മന്ത്രാലയം, ആണവോർജ വകുപ്പ്, എല്ലാ സുപ്രധാന നയ തീരുമാനങ്ങളും മറ്റു മന്ത്രിമാർക്ക് അനുവദിച്ചിട്ടില്ലാത്ത വകുപ്പുകൾ എന്നിവ പ്രധാനമന്ത്രി കൈകാര്യം ചെയ്തു. അടുത്ത രാജ്നാഥ് സിംഗ്, ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്റ്റർ അഥവാ രാജ്യരക്ഷാ മന്ത്രി. അടുത്ത ഹോം മിനിസ്റ്റർ അല്ലെങ്കിൽ സഹകരണ വകുപ്പ് മന്ത്രി ആരെന്ന് വെച്ചാൽ അമിത് ഷാ എന്ന് ഓർത്ത് വയ്ക്കാം. അടുത്ത റോഡ് ഗതാഗത ഹൈവേ മന്ത്രി, മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ്, നിതിൻ ജയറാം ഗഡ്കരി. അടുത്ത ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി അല്ലെങ്കിൽ രാസവള മന്ത്രി, അതായത് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ആൻഡ് മിനിസ്ട്രി ഓഫ് കെമിക്കൽ ആൻഡ് ഫെർട്ടിലൈസർ, അത് ജഗത് പ്രകാശ് നഡ്ഡ. ഓക്കെ, നഡ്ഡ എന്നാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത്. ഓക്കെ, ജഗത് പ്രകാശ് നഡ്ഡ. അടുത്ത് നോക്കേണ്ടത് കർഷക ക്ഷേമ മന്ത്രി, ഗ്രാമവികസന മന്ത്രിയാണെന്ന് വെച്ചാൽ ശിവരാജ് സിംഗ് ചൗഹാൻ. ഓക്കെ, മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ ആൻഡ് മിനിസ്റ്റർ ഓഫ് റൂറൽ ഡെവലപ്മെന്റ്. ഈ ചിത്രം ഉൾപ്പെടുത്തി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാതിരിക്കാൻ വേണ്ടിയാണ് ഈ ചിത്രം കൂടി ഉൾപ്പെടുത്തിയത്. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി നിർമ്മല സീതാരാമൻ, മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആൻഡ് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ്. കേട്ടോ, ധനകാര്യവും അതുപോലെ തന്നെ കോർപ്പറേറ്റ് കാര്യമന്ത്രിയാണ്. അടുത്ത മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് അഥവാ വിദേശകാര്യം, ഡോക്ടർ ശ്രീ എസ് ജയശങ്കർ ഓർത്തേക്ക്. അടുത്ത മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് അല്ലെങ്കിൽ മിനിസ്ട്രി ഓഫ് പവർ, ഭവന നഗരകാര്യമന്ത്രി അതുപോലെ തന്നെ ഊർജ്ജമന്ത്രി എന്നറിയപ്പെടുന്ന മനോഹർ ലാൽ ഖട്ടർ. അടുത്ത മിനിസ്ട്രി ഓഫ് ഹെവി ഇൻഡസ്ട്രീസ് ആൻഡ് മിനിസ്റ്റർ ഓഫ് സ്റ്റീൽ, അതായത് ഖന വ്യവസായം ഉരുക്ക് മന്ത്രി ആരെന്ന് വെച്ചാൽ HD കുമാരസ്വാമി. അടുത്ത മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി അഥവാ വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് വേദ് പ്രകാശ് ഗോയൽ. ഓക്കെ, നമ്മൾ പീയൂഷ് ഗോയൽ എന്നാണ് പഠിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ ഫുൾ നെയിം പീയൂഷ് വേദ് പ്രകാശ് ഗോയൽ. ഓക്കെ, അടുത്ത കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരെന്ന് വെച്ചാൽ വിദ്യാഭ്യാസ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ. അടുത്ത മിനിസ്റ്റർ ഓഫ് മൈക്രോ സ്മാൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ്, സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായ മന്ത്രി ആരെന്ന് വെച്ചാൽ ജിതൻ റാം മാഞ്ചി. ഓക്കെ, അടുത്ത മിനിസ്ട്രി ഓഫ് പഞ്ചായത്ത് രാജ് ആൻഡ് മിനിസ്ട്രി ഓഫ് ഫിഷറീസ്, അനിമൽ ഹസ്ബൻഡറി ആൻഡ് ഡയറി, പഞ്ചായത്ത് രാജ്, ഫിഷറീസ്, മൃഗസംരക്ഷണം, ക്ഷീരവികസന മന്ത്രി ആരെന്ന് വെച്ചാൽ രാജീവ് രഞ്ജൻ സിംഗ്. അടുത്ത മിനിസ്ട്രി ഓഫ് പോർട്ട്, ഷിപ്പിംഗ് ആൻഡ് വാട്ടർവേസ്, തുറമുഖ, കപ്പൽ, ജല ഗതാഗത മന്ത്രിയാണ് സർബാനന്ദ സോനോവാൾ. ഓക്കെ, അടുത്ത് സാമൂഹിക നീതി ശാസ്ത്രീകരണ മന്ത്രി ആരെന്ന് വെച്ചാൽ മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ് ആരാണ് ഡോക്ടർ വീരേന്ദ്ര കുമാർ. അടുത്ത മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷൻ, വ്യോമയാന മന്ത്രി ആരെന്ന് വെച്ചാൽ കിഞ്ചരപ്പു രാം മോഹൻ നായിഡു. അടുത്ത മിനിസ്ട്രി ഓഫ് കൺസ്യൂമർ അഫയേഴ്സ്, ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ, മിനിസ്ട്രി ഓഫ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി, ഉപഭോക്തൃകാര്യ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി അതുപോലെ നവ പുനരുപയോഗ ഊർജ്ജ മന്ത്രി ആരെന്ന് വെച്ചാൽ പ്രഹ്ലാദ് ജോഷി. അടുത്ത മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫയേഴ്സ് അഥവാ ഗോത്രകാര്യ മന്ത്രി ആരെന്ന് വെച്ചാൽ ജുവൽ ഒറാം. അടുത്ത മിനിസ്ട്രി ഓഫ് ടെക്സ്റ്റൈൽസ് വകുപ്പ് മന്ത്രി ഗിരിരാജ് സിംഗ്. അടുത്ത മിനിസ്ട്രി ഓഫ് റെയിൽവേസ്, മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് ആൻഡ് മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി, റെയിൽവേ മന്ത്രി, വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രി, ഇലക്ട്രോണിക് വിവര സാങ്കേതിക മന്ത്രി ആരെന്ന് വെച്ചാൽ അശ്വിനി വൈഭവ്. അടുത്ത മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് മിനിസ്ട്രി ഓഫ് ഡെവലപ്മെന്റ് ഓഫ് നോർത്ത് ഈസ്റ്റേൺ റീജിയൻ, വാർത്താവിനിമയ മന്ത്രിയും അതുപോലെ തന്നെ വടക്ക് കിഴക്കൻ മേഖലാ വികസന മന്ത്രിയാണെന്ന് വെച്ചാൽ ജ്യോതിരാദിത്യ എം സിന്ധ്യ. ഓക്കെ, അടുത്ത ശ്രീ ഭൂപേന്ദ്ര യാദവ്. ഏത് മിനിസ്റ്ററാണ്? മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ്, ഫോറസ്റ്റ്, ക്ലൈമറ്റ് ചേഞ്ച്, പരിസ്ഥിതി, വനം, കാലാവസ്ഥാ വ്യതിയാനം ആരാണ്? ഭൂപേന്ദ്ര യാദവ്. അടുത്ത മിനിസ്ട്രി ഓഫ് കൾച്ചർ ആൻഡ് മിനിസ്ട്രി ഓഫ് ടൂറിസം, സാംസ്കാരിക വകുപ്പ് മന്ത്രി അതുപോലെ തന്നെ വിനോദസഞ്ചാരം ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്.
അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മന്ത്രിയാണ് വനിതാ ശിശു വികസന മന്ത്രി, മിനിസ്ട്രി ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ്, അന്നപൂർണ ദേവി. മിനിസ്ട്രി ഓഫ് പാർലമെന്ററി അഫേഴ്സ്, മിനിസ്ട്രി ഓഫ് മൈനോറിറ്റി അഫേഴ്സ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വകുപ്പാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ തവണ നിങ്ങൾ കേട്ടിട്ടുള്ള വ്യക്തി കൂടെയാണ് പാർലമെന്ററി കാര്യമന്ത്രി, അതുപോലെ ന്യൂനപക്ഷ കാര്യമന്ത്രി കിരൺ റിജിജു. അടുത്ത മിനിസ്ട്രി ഓഫ് പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ്, പെട്രോളിയം പ്രകൃതിവാത മന്ത്രി എന്ന് വെച്ചാൽ ഹർദീപ് സിംഗ് പുരി. ഈ പേരും കൂടെ ഓർത്തു വയ്ക്കുക, പത്രത്തിലെ ഇടയ്ക്ക് കുറച്ച് വാർത്ത വന്നതാണ്, ഓർത്തു വയ്ക്കുക. അടുത്ത മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപവർമെന്റ്, മിനിസ്ട്രി ഓഫ് യൂത്ത് അഫേഴ്സ് ആൻഡ് സ്പോർട്സ്, തൊഴിൽ മന്ത്രി യുവജനകാര്യ കായിക മന്ത്രി ആയിരുന്നു വെച്ചാൽ മനുഷ് മാണ്ഡവ്യ. മാൻസുഖ് മാണ്ഡവ്യാണ്, ഡോക്ടർ മാൻസുഖ് മാണ്ഡവ്യ, മനുഷ്യല്ല മാൻസുഖ് മാണ്ഡവ്യ. അടുത്ത മിനിസ്ട്രി ഓഫ് കോൾ ആൻഡ് മിനിസ്ട്രി ഓഫ് മൈൻസ്, കൽക്കരി ഖനി മന്ത്രി ആയിരുന്നു വെച്ചാൽ ശ്രീ ജി കിഷൻ റെഡ്ഡി. അടുത്ത മിനിസ്ട്രി ഓഫ് ഫുഡ് പ്രോസസിംഗ് ഇൻഡസ്ട്രീസ് ആണ് ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രിയാണ് ചിരാഗ് പാസ്വാൻ. അടുത്ത മന്ത്രിയാണ് മിനിസ്റ്റർ ഓഫ് ജലശക്തി മന്ത്രിയാണെന്ന് വെച്ചാൽ ശ്രീ ചന്ദ്രകാന്ത് രഘുനാഥ് പട്ടേൽ. പുറത്തു വയ്ക്കാം 30 യൂണിയൻ മിനിസ്റ്റർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. 30 യൂണിയൻ മിനിസ്റ്റർ. എത്രയാണ്? 30 യൂണിയൻ മിനിസ്റ്റർ ഒരു പ്രധാനമന്ത്രി ഉൾപ്പെടുന്നതാണ് കേന്ദ്ര സർക്കാർ. ഇനി സഹമന്ത്രിമാരൊക്കെ ഉണ്ട്. സഹമന്ത്രിമാരിൽ നിങ്ങൾ കേട്ടിട്ടുണ്ട് സുരേഷ് ഗോപി എന്ന് പറയുന്നത് സഹമന്ത്രിയാണ്, പെട്രോളിയം സഹമന്ത്രിയാണെന്ന് ഓർത്തേക്കുക കേട്ടോ. ഈ ഹർദീപ് സിംഗ് പുരി സാറിന്റെ കീഴിൽ വരുന്നതാണ് ആരെന്ന് പറയുന്നത് സുരേഷ് ഗോപി എന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തേക്കുക. ഓക്കെ, അപ്പൊ അടുത്ത ഭാഗത്തിൽ വീണ്ടും ഒരു വീഡിയോ മാറ്റി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.